പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. പരിസരത്തെങ്ങും ആരും ഇല്ലാത്ത സമയം. പക്ഷേ എല്ലാം കണ്ടുകൊണ്ട്, അതായത് കുട്ടിയെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന രംഗം നേരിട്ട് ഒരു സ്ത്രീ കണ്ടു. അവരുടെ മൊഴിയാണ് കേസിന് പിന്നീട് വഴിത്തിരിവ് ഉണ്ടാക്കി കൊടുത്തത്. കാണാം ആ രസകരമായ വിശേഷങ്ങൾ. സംഭവം നടക്കുമ്പോൾ രാവിലെ 7 മണി. ആളുകളുടെ ഉറക്കം തെളിയുന്ന സമയം. അതുകൊണ്ട് തന്നെ കൊലപാതകം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. പക്ഷെ മുകളിൽ ഇരിക്കുന്ന ഒരാൾ എല്ലാം കാണുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീ വീടിന് മുകളിൽ നിന്നും ഒരു അരും കൊലയുടെ കാഴ്ച നേരിൽ കണ്ടു. ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ നിർനിമിഷയായി അവരെല്ലാം കണ്ടു. അപ്പോൾ ചേച്ചി അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഒച്ചയിട്ട് തൊട്ടപ്പുറത്ത് വീടുണ്ട്. അപ്പോൾ ആ വീട്ടിൽ വീട്ടുകാരും അപ്പം അറിയുന്നില്ല, വെളുപ്പിനല്ലേ. ഒച്ചയും വെള്ളവും കേട്ട പിന്നെ നാട്ടുകാരിൽ ഓടി വന്നു. പക്ഷേ ആ സമയത്ത് തന്നെ ഇവൻ 10-17 കൊച്ചിനെ കുത്തി എല്ലാവരും ഓടി വന്നപ്പോൾ ഇവൻ ആ കത്തി കൊച്ചിൻ്റെ പെടലിയെ തന്നെ വെച്ചിട്ടാണ് പോയത്. കത്തി പെടലിയെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ആനി എന്ന് പറഞ്ഞ ചേച്ചി ഈ കൊച്ചിൻ്റെ അമ്മയെ വിളിച്ചു, അച്ഛനെ വിളിച്ചു. നിങ്ങളുടെ കൊച്ചിനായിട്ടാണ് ഇത് കുത്തിയെന്ന് പറയുന്നുണ്ട്, വരാൻ പറഞ്ഞു. അപ്പോൾ അവരെല്ലാം ഓടി വന്ന് ഈ കൊച്ചിൻ്റെ അമ്മയാണ് ഈ കത്തി വലിച്ചു വരുന്നത്, കൊച്ചിൻ്റെ കഴുത്താണ്. അപ്പോൾ അവർ കൊച്ചിൻ്റെ അച്ഛൻ ഓട്ടോറിക്ഷക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷ തന്നെ വിനായച്ചിട്ട് കൊണ്ടുപോയി. അജി ദേവസ്യ എന്ന 47-കാരനെ പോലീസ് പിടികൂടി. സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്നു ആൾ. സംഭവത്തിന് ദൃക്സാക്ഷികൾ ഇല്ലാത്തതുകൊണ്ട് പിടിക്കപ്പെടില്ല എന്ന് കരുതി. പോലീസ് പിടിക്കുമ്പോൾ അയാൾ ഒന്നും മറച്ചുവച്ചില്ല. വള്ളി പുള്ളി വിടാതെ എല്ലാ കാര്യങ്ങളും ഏറ്റുപറഞ്ഞു. എന്തിനാണ് 10 വയസ്സുകാരനെ നിർഭയം കൊന്നുകളഞ്ഞത് എന്ന ചോദ്യത്തിന് കൊലയാളിയുടെ ഉത്തരം ഇതായിരുന്നു. പ്രതിക്ക് ഈ മരിച്ച കുട്ടിയുടെ അച്ഛനോടൊരു വൈരാഗ്യം ഉണ്ടെന്ന് പറയുന്നു. അത് ഇപ്പോഴാണ് അത് വെളിപ്പെട്ട് വരുന്നത്. നമ്മൾ രണ്ടാമത് കസ്റ്റഡി എടുത്തൊക്കെ ചോദിക്കുമ്പോഴാണ് പറയുന്നത്. വൈരാഗ്യം എന്ന് വെച്ചാൽ ഈ മരിച്ച കുട്ടിയുടെ അച്ഛൻ ജോണിൻ്റെ ഒരു വാടക വീടുണ്ട്. ആ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരാൾ ഇവനായിട്ട് നേരത്തെ തല്ലിയെന്ന് പറയുന്നുണ്ട്. ആ തല്ലിയതിൻ്റെ ഒരു വൈരാഗ്യവും ഇവനെ ആ വാടകക്കാരനെ അവിടെ നിന്ന് പറഞ്ഞു വിടണം എന്നൊക്കെ ജോണിനോട് ഇവൻ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ജോൺ കേട്ടില്ലെന്നും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവനെ എന്തായാലും ഇപ്പോൾ ഇവൻ വീട്ടിൽ സ്ഥിരം ശല്യമാണ്, അമ്മയോട് ശല്യമാണ് സ്ഥിരം ഈ പ്രതി. അമ്മയെ ശല്യം ചെയ്യുമ്പോൾ അമ്മ ഓടിച്ചെന്നിരിക്കുന്നത് ഈ ജോണിൻ്റെ വീട്ടിലാണ്. അതിനകത്തും ജോണിനോട് ഒരു ഇഷ്ടക്കേടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ തന്നെ എന്നിട്ട് ഇവൻ ജോണിൻ്റെ ഭാര്യയോട് പറയുന്നുണ്ട്. അതിപ്പം കസ്റ്റഡി എടുത്ത് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഞാൻ ജോണിനിട്ട് ഒരു പണി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിയ ഒരു തിരക്കഥയായിരുന്നു പ്രതിയുടേത്. ജോണിന്റെ കൂടെയുള്ള പ്രതികാരം അയാളുടെ മകനിലൂടെ വീട്ടണം. ഒരിക്കലും മനസ്സിൽ നിന്നും മായാത്ത ഒരു മുറിവ് ജോണിന് നൽകണം. അതിനുവേണ്ടി പുതിയ ഒരു കത്തിയും വാങ്ങി ഒരവസരത്തിനു വേണ്ടി കാത്തിരുന്നു ദിവസങ്ങളോളം. ഈ കുഞ്ഞാണെങ്കിൽ എല്ലാവരോടും സ്നേഹമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കണം. ആരെയും ഒടും ഒരു വെറുപ്പായിട്ടുള്ള പെരുമാറ്റവും വർത്താനവും ഒന്നും ഉണ്ടായിട്ടില്ല. അവനെ കെട്ടിപ്പിടിച്ചപ്പോൾ ഓർത്തായിരിക്കും അവൻ സ്നേഹത്തോടുകൂടി കെട്ടിപ്പിടിക്കുകയാണ്. അവസാനം അവനിങ്ങനെ കുത്തിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുത്തു കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ മോൾ ഓടിച്ചെല്ലണ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞെന്ന് പറയും, ഇനി ഞാൻ 2 പേരെയും കൂടി എടുക്കും എന്ന് പറയാം. അവന് ഭ്രാന്തുമില്ല, ഒന്നുമില്ല. അവന് കഞ്ചാവിൻ്റെ ഒരു ദ്രോഹം. ഇതുപോലെ ഞാൻ ഒരാൾക്കും വരാതിരിക്കും. അന്ന് ആ ദിവസമെത്തി. വഴിവെക്കിൽ അയാൾ കാത്തിരുന്നു. മൂർച്ചയേറിയ കത്തി അയാൾ കരുതിയിരുന്നു. ചോര തെറിക്കുമ്പോൾ കൈ വിറയ്ക്കാതിരിക്കാൻ കഞ്ചാവിന്റെ ലഹരി അയാൾ അകത്താക്കിയിരുന്നു. പിന്നെ ഒരു ഓട്ടമായിരുന്നു, മദം പൊട്ടിയ ആനയെപ്പോലെ. ആ പിഞ്ചു ശരീരത്തിൽ കത്തി കുത്തി ഇറക്കുമ്പോൾ
ജോണിന്റെ മുഖമായിരുന്നു അയാളുടെ മനസ്സിൽ. വർഷങ്ങളായി മനസ്സിൽ സൂക്ഷിച്ച പക ആ കൊലയാളി നടപ്പിലാക്കി. പോലീസിൻ്റെ വിവരത്തിൽ കിട്ടിയത് ഇദ്ദേഹത്തിൻ്റെ വാടകയ്ക്ക് താമസിച്ച ആൾ മർദ്ദിച്ചിരുന്നു എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വൈരാഗ്യം. ഇടയ്ക്ക് അമ്മയുമായിട്ടുള്ള തർക്കമുണ്ട്, അമ്മ ഓടി പോയി രക്ഷപ്പെടും, സംരക്ഷിക്കുന്നതിൻ്റെ വൈരാഗ്യം. അപ്പോൾ വൈരാഗ്യവും അതോടുകൂടിയുള്ളൊരു ക്രിമിനൽ മനസ്സ് ഇയാളുടെ മനസ്സിലുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ ഇയാൾക്ക് തിരിച്ചടിക്കാൻ പറ്റാത്ത ഒരു കുഞ്ഞിനെ അവർക്ക് അതിന് കിട്ടി. എന്നാൽ അവരെല്ലാവരും അവർക്ക് കിട്ടുന്നതിനേക്കാൾ ക്രൂരമായി അവർക്ക് വേദനിക്കാൻ പറ്റുന്നൊരു സംഭവം ഉണ്ടാക്കി കൊടുക്കാൻ അവൻ വളരെ ബുദ്ധിപൂർവ്വം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. അവൻ കത്തി കയ്യിൽ കരുതിയിരിക്കുന്നു. അപ്പോൾ അത് കരുതിക്കൊണ്ടാണ് ഈ കുട്ടിയുടെ അയൽവാസിയായത് കാരണം കുട്ടിയുടെ യാത്രയെക്കുറിച്ച് ഏകദേശം ധാരണയുണ്ട്. അവർ രാവിലെ ആയതുകൊണ്ട് പാല് വാങ്ങിക്കാൻ പോകുമെന്നോ അല്ലെങ്കിൽ മുട്ട വാങ്ങിക്കാൻ പോകുമെന്നോ ഒക്കെ അവർ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ അത് കൊടുക്കും എന്ന് കരുതി കൂട്ടി തന്നെ വെക്കുകയും അവൻ വളച്ച് വെച്ച് അങ്ങനെയാണ് ആ സംഭവം നടത്തിയിരിക്കുന്നത്. ഒരു മൃഗത്തെ പോലെ, ഒരു പട്ടിയെയോ പൂച്ചയോ ഉപയോഗിക്കുന്ന രീതിയിൽ അത്രയും കാര്യമായിട്ട് ചെയ്യണമെങ്കിൽ അവൻ കരുതി കൂട്ടി ഒരു കാരണവശാലും രക്ഷപ്പെടരുത് എന്ന് കരുതിയിരുന്നു. എന്തുകൊണ്ടാണ് അച്ഛനോടുള്ള വൈരാഗ്യം മകനിൽ തീർത്തതെന്ന പോലീസിൻ്റെ ചോദ്യത്തിന് പ്രതിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഇതിനൊരു പ്രത്യേക നിർവചനമില്ല എന്ന ഒറ്റ ഉത്തരം പ്രതി നൽകി. നിർവചനമില്ലാത്ത ആ കേസിൻ്റെ തുടർ അന്വേഷണം ഇനി കാണാം. പ്രതിയുടെ വീട് ലക്ഷ്യമാക്കിയുള്ള യാത്രയായിരുന്നു പിന്നീട്. കാഴ്ചയിൽ തന്നെ സമ്പന്നമായ ഒരു വീട്. വീട് പുറത്തു നിന്നും പൂട്ടിയിരിക്കുന്നു. ആരെയും കാണുന്നുമില്ല. എങ്കിലും അജി എന്ന മാന്യനായ വ്യക്തിയുടെ സ്വഭാവ വിശേഷങ്ങളാണ് പലരും പറഞ്ഞത്. ഫിസിക്കലിന് ഒരു കുഴപ്പമില്ല. നല്ല ആരോഗ്യവാന മനുഷ്യനാണ്. എനിക്കൊന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ തോന്നുന്നു. പിന്നെ ചോദിക്കുമ്പോൾ ആണെങ്കിലും അവൻ റീസണബിൾ ആൻസറൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഒരു മാനസികാസ്വാസം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. അതായത് ഇവൻ കൃത്യമായിട്ട് ഇവൻ്റെ പേര്, വീട്ടിലുള്ളവരുടെ പേര്, സഹോദരന്മാർ, അവർക്കുള്ള ജോലി എല്ലാവരും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബിരുദം നേടിയ ആൾ, നല്ല കുടുംബത്തിൽ ജനിച്ച വ്യക്തി, സ്വന്തം തൊഴിലിൽ അഗ്രഗണ്യൻ. പിന്നെ ഇയാൾക്ക് എങ്ങനെ ഈ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും? പിഞ്ചു കുഞ്ഞിനെ കൊന്നു തള്ളുവാനുള്ള മാനസികാവസ്ഥ എന്തായിരുന്നു? ഞാനായിട്ടൊരു വിഷയമില്ല, അവനും ഞാനും തമ്മിലൊരു വിഷയമില്ല എന്നുള്ളത്. എൻ്റെ നിന്ന് വണ്ടി ഓട്ടമൊക്കെ കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങണമായിരിക്കും, അല്ലെങ്കിൽ വന്ന വഴിക്കായിരിക്കും ഇവൻ പൈസ കഴിക്കുക. നമ്മുടെ കയ്യിലുള്ള 50 രൂപ പണിയൊന്നും ഇല്ലാത്ത കണക്കാണ്. അപ്പോൾ സിഗരറ്റും വീടിയും മേടിക്കാനാണുള്ളതെന്ന് പറഞ്ഞത്. പിന്നെ അത് സ്ഥിരമായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വണ്ടി ഓടി കിട്ടുന്നത് എൻ്റെ കുടുംബത്തിൽ തന്നെ തികയുന്നില്ല, അതിൻ്റെ കൂട്ടത്തിൽ നിനക്കും കൂടി തരാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല, പിന്നെ എപ്പോഴും ഇത് വേണ്ട, നിർത്തിക്കോന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സംസാരിക്കാറുണ്ട് ഒക്കെ. ഈ വീടിൻ്റെ ഇവിടെയൊക്കെ വെട്ടിപ്പൊളിച്ച് തേക്കാനായിട്ടൊക്കെ വെട്ടിപ്പൊളിക്കാനായിട്ട് 2 തവണ ഒക്കെ വന്നതാണ്. ഇവൻ്റെ കുർബാന കൊള്ളപ്പാട് വീട്ടിൽ പോയി വിളിക്കാനൊക്കെ പോയി. കൊച്ചും കൂടെ ഉണ്ടായിരുന്നു. കുർബാന കൊള്ളപ്പാടൊക്കെ വിളിച്ച് വന്ന് പിറ്റേ ദിവസം രാവിലെ എന്നോട് എന്താ വൈരാഗ്യം എന്നുള്ളത്. അച്ഛനോടുള്ള പകയ്ക്ക് മകനെ എന്തിനു ബലിയാടാക്കി? ആ കുഞ്ഞ് എന്തപരാധം ചെയ്തു? ഈ ചോദ്യങ്ങൾക്കെല്ലാം പ്രതിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഈ ഒരു ഉത്തരം മാത്രം. അച്ഛനോടാണ് ആ വൈരാഗ്യം തീർത്ത് വെച്ചേക്കുന്നത്. 2 ദിവസം മുന്നേ ചെന്ന് ജോണിൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജോണിനോട് ഒരു പണി കൊടുക്കും എന്നുള്ള രീതിയിൽ സംസാരം നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കുട്ടി പോകുന്നിട്ട് കുട്ടിയോട്. പക്ഷേ എത്രയൊക്കെ ആയാലും കുട്ടിയോടൊരു വൈരാഗ്യം തീർക്കേണ്ട ഒരു സാഹചര്യമാണ്. അവനോട് ചോദിക്കുമ്പോൾ അത് ഞാൻ ചോദിച്ചു, നീ എന്തിനാണ് അപ്പോൾ അവരോട് വൈരാഗ്യമുണ്ടെങ്കിൽ എന്തിനാണ് നീ കുട്ടിയോട് ചെയ്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, സാർ എനിക്കതിന് നിർവചനമില്ല. ആ വാക്കാണ് ഉപയോഗിച്ചു, എനിക്കതിന് നിർവചനമില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ വ്യക്തമായ ആൻസർ തരുന്നതിന് പകരം ഈ ഒരു വാക്ക് ഉപയോഗിച്ച് അവൻ ആ ആൻസർ ഫില്ലപ്പ് ചെയ്തു.
ആദ്യ കുർബാന സ്വീകരിക്കാതെ ക്രിസ്റ്റി പോയി. അവന്റെ ജീവിതത്തിലെ നിർണായകമായ നിമിഷത്തിന് പോലും കൊലയാളി അനുവാദം കൊടുക്കാതെ കൊന്നുകളഞ്ഞു. നാളത്തെ ആദ്യ കുർബാനയ്ക്ക് ശേഷം ഞാൻ വീണ്ടും കളിക്കാൻ വരും എന്ന അവസാന വാക്കോടെ അവൻ കളിക്കളം വിട്ടു. കളി തീരാതെ കളിക്കളം വിട്ട കുഞ്ഞു ബാല്യത്തിന് മുൻപാകെ ഞങ്ങൾ പ്രണാമം അർപ്പിക്കുന്നു. കുറ്റകൃത്യങ്ങളുടെ വ്യത്യസ്തമായ മുഖം കണ്ടുകൊണ്ടാണ് നാം ഓരോ ദിനവും ഉണരുന്നത്. കുറ്റകൃത്യങ്ങളുടെ രൂപം മാറുന്നു, ഭാവം മാറുന്നു. ഇത്തരം അനേകം സംഭവങ്ങൾക്ക് നാം സാക്ഷികളാകേണ്ട മറ്റൊരു ദുരവസ്ഥ. കുറ്റകൃത്യങ്ങൾ ഇല്ലാത്ത ഒരു സമൂഹം നമുക്ക് ചുറ്റും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ ഈ അധ്യായം പൂർത്തിയാക്കുകയാണ്. ഇനി മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലൂടെ മറ്റൊരു നാട്ടിൽ.